കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് വരുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം വരുമ്പോൾ അനന്തശയനമൊക്കെ കണ്ട് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ വലിയ കൊടിമരവും വലിയ ബലിക്കല്ലൊക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ഗടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നിറച്ചും അലങ്കാരത്തോട് കൂടിയിട്ടാണ്. ആദ്യം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, പിന്നെ നോക്കുമ്പോൾ ഒരു ഗരുഡനെ കാണാണ്ട് ആ വലിയ ചിറകുകൾ ഇങ്ങനെ വെച്ച് അതിൻ്റെ പുറത്തിങ്ങനെ കയറിയിരിക്കുക. അന്ന് ഗജേന്ദ്രമോക്ഷ കേട്ടോ. എന്തൊരു രസമാണ്. നിറച്ചുണ്ട് ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവനും നിറച്ചും കളഭാലങ്കാരമാണ്. നല്ല രസമായിട്ടുണ്ട്. നല്ല എന്താ പറയുക, സൗന്ദര്യമുള്ള ഗരുഡനും അതേപോലെ സൗന്ദര്യമുള്ള മഹാവിഷ്ണുവൊക്കെയാണ്. 2 കൈയേ ഉള്ളൂ. 2 കൈയിലും താമരപ്പൂവാണ്. താമരപ്പൂ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാലകൾ കാണാനുണ്ട്. തിരുമുടിമാലകൾ 2 എണ്ണം ഉണ്ട്. അത് തെച്ചി, തുളസി, വെളുത്ത പൂവ്. അതേപോലെ തന്നെ ഉണ്ടമാലയുണ്ട് 2 എണ്ണം. അതും തെച്ചിയും തുളസിയും കൂടിയുള്ളതും പിന്നെ വെളുത്തമാലയും തുളസിയും കൂടിയുള്ളതും. പിന്നെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ കാണാനുണ്ട്. ആകെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ വിവരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം ഹൃദ്യമായൊരു കാഴ്ചയാണെന്ന് ആ ശ്രീലകത്തേക്ക് കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും നന്നായിട്ട് ആ ഗജേന്ദ്രമോക്ഷത്തെ മനസ്സിലിങ്ങനെ സ്മരിക്കുക, എന്നിട്ട് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അത്രയ്ക്കും നല്ല കാഴ്ചയാണ്. അതുമാത്രമല്ല, അത് മുൻ മേൽശാന്തി പൊട്ടക്കുഴി കൃഷ്ണനോദിക്കനാണ് ചാർത്തിയിട്ടുള്ളത്. അതും അതിമനോഹരമായിട്ടുള്ള ചാർത്താണെന്ന് പറയാം. അങ്ങനെ അവിടെ തൊഴുതിറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അടുത്തെത്തുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഗണേശനെ കാണാൻ തന്നെ നല്ല രസമാണ്. അധികം മേക്കപ്പൊന്നുമില്ല. ആകെ കളഭം കൊണ്ട് എന്താ പറയുക, ചുണ്ടും ചെറിയും അതേപോലെ കണ്ണും പിരിയും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വെളുത്ത പാവുകൊണ്ടാണ്. പിന്നെ മാലകളുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണേശന്, പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അതേപോലെ വാമനരൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മേൽശാന്തിയുടെ അടുത്തുനിന്ന്, അതായത് മുൻ മേൽശാന്തി കൃഷ്ണനോദിക്കൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ആനയും കാണാൻ നല്ല രസമാട്ടോ. അത് പറയാൻ മറന്നുപോയി. അത്രയും നല്ല രസമായിട്ടുള്ള കാഴ്ച. ഇന്ന് മൊത്തത്തിൽ നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് ശരിക്കും ആ ഗജേന്ദ്രമോക്ഷം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വരുമ്പോൾ നിറയെ പൂക്കളുണ്ട്. വെളുത്ത പൂവുണ്ട്. അതേപോലെ മഹാവിഷ്ണുവിൻ്റെ അവിടെ മഞ്ഞപ്പൂവുണ്ട്. പിന്നെ ഗരുഡനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഇന്ന് മാലകളൊന്നുമില്ല.
അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിന് വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയെ കാണുമ്പോൾ ഒന്ന് നിറച്ചും പൂക്കളാട്ടോ. മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഗോളകയാണ്. പക്ഷേ അതിനൊക്കെ നിറച്ചും ചുവന്ന തെച്ചിപ്പൂകൊണ്ടുള്ള ആ അഭിഷേകം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നമ്മൾ മമ്മിയൂർ പോയ മാതിരി തൊഴുത പോലെ നമ്മൾ അങ്ങനെ തൊഴുതു വരിക. അതിന് ശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗജേന്ദ്രമോക്ഷം ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമി എടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കാണാൻ ഭയങ്കര ചന്തം തന്നെ, അങ്ങനെ പറയാം. പീലി വെച്ചിട്ടുണ്ട്, അതേപോലെ മഞ്ഞമുണ്ട്, പിന്നെ പച്ചമുണ്ട്, അങ്ങനെ അത് ധാരാളം മാലകൾ, പച്ച പാലക്കാമാല, കിരീടം, ഓടക്കുഴൽ ഒക്കെ വെച്ച് ഒരു കണ്ണൻ തന്നെയാണ്. നല്ല ധാരാളം പൂക്കളുണ്ട്. വലത് കയ്യിലാണ് ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ച്. എന്ത് രസമാണെന്നറിയോ. എന്തായാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ദിവസവും അയ്യപ്പസ്വാമി നല്ല സുന്ദരനായിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദൻ്റെ രൂപിയെ കാണാം. അതിനുശേഷം നമ്മൾ നാരായണാലയത്തിൽ പോയിട്ട് ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം, പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് എത്തിയിട്ട് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. പുതിയ ഒരു അറിയിപ്പ് നമ്മൾ ഇട്ടിരുന്നു ഇന്ന്. അതായത് ഇനി ഓൺലൈനിൽ ദർശനത്തിൻ്റെ കാര്യങ്ങൾ, നമ്മളതിൽ വീഡിയോ ഉണ്ട്, എല്ലാവരും കാണൂ.